ജനുവരിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി കേരളത്തിൽ വമ്പൻ പ്രഖ്യാപനങ്ങൾ കാത്തിരിക്കുകയാണ് തിരുവനന്തപുരം. പ്രധാനമന്ത്രി നരേന്ദ്രമോദി 2026 ജനുവരിയിൽ കേരളത്തിലെത്തും. വികസിത അനന്തപുരി എന്ന പേരിൽ തിരുവനന്തപുരം നഗരത്തിൽ നടപ്പിലാക്കാൻ ഉദ്ദേശിക്കുന്ന പദ്ധതികളുടെ വികസന രേഖ പ്രധാനമന്ത്രി നേരിട്ട് പ്രഖ്യാപിക്കുമെന്നാണ് സൂചന. എന്നാൽ ജനുവരി മാസത്തിൽ എപ്പോഴാണ് പ്രധാനമന്ത്രി എത്തുന്നത് എന്നത് സംബന്ധിച്ച സ്ഥിരീകരണം പിന്നീട് മാത്രമേ ഉണ്ടാവുകയുള്ളൂ. ജനുവരി 9 തമിഴ്നാട്ടിൽ പാർട്ടി പരിപാടിക്കായി നരേന്ദ്രമോദി എത്തുന്നുണ്ട്. തിരുവനന്തപുരം നഗരസഭയിലെ BJPയുടെ വിജയം ഫലപ്രഖ്യാപന ദിവസം പ്രധാനമന്ത്രി ട്വീറ്റ് ചെയ്തിരുന്നു. കേരളം പിടിക്കാൻ ലക്ഷ്യമിടുന്ന BJPക്ക് ഇത് വലിയ ആവേശമാണ് സമ്മാനിച്ചത്. കോർപ്പറേഷനിൽ അധികാരത്തിലെത്തിയാൽ 45 ദിവസത്തിനകം പ്രധാനമന്ത്രി തലസ്ഥാനത്തെത്തുമെന്നും നഗരത്തിന് പ്രത്യേക വികസന പദ്ധതികൾ പ്രഖ്യാപിക്കുമെന്നും BJP തെരഞ്ഞെടുപ്പ് വാഗ്ദാനമായി അവതരിപ്പിച്ചിരുന്നു. തിരുവനന്തപുരം മെട്രോ റെയിൽ പദ്ധതി, ഒളിമ്പിക്സ് വേദി എന്നിവയും BJPയുടെ പ്രധാന വാഗ്ദാനമായിരുന്നു. ഇതിൽ മെട്രോ പദ്ധതി കേരള സർക്കാരിന്റെ മേൽനോട്ടത്തിലുള്ളതാണെങ്കിലും കേന്ദ്ര സർക്കാരിന്റെ അനുമതി എന്ന നിർണായക കടമ്പ കടക്കേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ BJPക്ക് കേരളത്തിൽ ആദ്യമായി ഭരണം ലഭിച്ച തലസ്ഥാന നഗരത്തിൽ മെട്രോ പദ്ധതിക്ക് അനുമതി നൽകുന്നതുമായി ബന്ധപ്പെട്ട പദ്ധതി പ്രഖ്യാപിച്ചാൽ അത് പാർട്ടിക്ക് വലിയ സ്വീകാര്യതയുണ്ടാക്കുമെന്ന് നേതൃത്വം തിരിച്ചറിയുന്നുണ്ട്. മെട്രോ റെയിലിന് പുറമെ മറ്റ് പദ്ധതികളും സ്മാർട്ട് സിറ്റിയുടെ ഭാഗമായുള്ള തുടർ വികസന രേഖയും പ്രധാനമന്ത്രി പ്രഖ്യാപിച്ചേക്കും. തിരുവനന്തപുരം നഗരസഭയിലെ BJP കൗൺസിലർമാരുമായി പ്രധാനമന്ത്രി പ്രത്യേകം കൂടിക്കാഴ്ച നടത്തുമെന്നാണ് ലഭ്യമാകുന്ന വിവരം. ജനുവരി 9 പ്രധാനമന്ത്രി നരേന്ദ്രമോദി തമിഴ്നാട്ടിലും എത്തും. പുതുക്കോട്ടയിൽ തമിഴ്നാട് BJP അധ്യക്ഷൻ നയനാർ നാഗേന്ദ്രന്റെ സംസ്ഥാന പര്യടന സമാപന സമ്മേളനത്തിൽ നരേന്ദ്രമോദി പങ്കെടുക്കുന്നുണ്ട്. തിരുവനന്തപുരം കോർപ്പറേഷനിൽ BJPക്ക് പിന്തുണ പ്രഖ്യാപിച്ച സ്വതന്ത്രൻ പാറ്റൂർ രാധാകൃഷ്ണൻ. കേവല ഭൂരിപക്ഷം നേടി BJP. 50 അംഗങ്ങളുള്ള BJPക്ക് ഭരണത്തിലെത്താൻ സ്വതന്ത്രന്റെ പിന്തുണ നിർണായകമായിരുന്നു. 51 ആകുന്നതോടെ കേവല ഭൂരിപക്ഷം BJPക്ക് ലഭിക്കും. പ്രസ്താവനയിലൂടെയാണ് പാറ്റൂർ രാധാകൃഷ്ണൻ പിന്തുണ അറിയിച്ചത്. കണ്ണമൂല വാർഡിന്റെ ഗ്രീൻ ഫ്ലോ കണ്ണമൂല എന്ന വികസന പദ്ധതിക്ക് 3 മുന്നണി സംവിധാനങ്ങളും കണ്ണമൂല എന്ന വികസന പത്രിക 3 മുന്നണി സംവിധാനങ്ങൾക്ക് നൽകിയിരുന്നു. NDA കേരള ചെയർമാൻ രാജീവ് ചന്ദ്രശേഖർ മാത്രമാണ് ഗ്രീൻ ഫ്ലോ കണ്ണമൂല പൂർണ്ണമായി നടപ്പിലാക്കാൻ പിന്തുണയ്ക്കുമെന്ന് സംബന്ധിച്ച് പരസ്യ പ്രസ്താവന പുറപ്പെടുവിച്ചതെന്നും പാറ്റൂർ രാധാകൃഷ്ണൻ അറിയിച്ചു. 3 മുന്നണികളെയും പരാജയപ്പെടുത്തി സ്വതന്ത്രനായി വിജയിച്ച M രാധാകൃഷ്ണനെ സംബന്ധിച്ച് സ്വന്തം വാർഡിന്റെ വികസനം മാത്രമാണ് ലക്ഷ്യം. അതിന് സഹായകമാകുന്ന നിലപാട് സ്വീകരിക്കുന്നവരോട് പുറംതിരിഞ്ഞു നിൽക്കാൻ കഴിയില്ല. നഗരഹൃദയത്തിലുള്ള ഒരു വാർഡിന്റെ കൗൺസിലർ എന്ന നിലയിൽ തലസ്ഥാന വികസനത്തിന് മറ്റെന്തിനേക്കാളും പ്രാധാന്യം നൽകണമെന്നതാണ് M രാധാകൃഷ്ണന്റെയും ഒപ്പം നിൽക്കുന്നവരുടെയും ഉറച്ച നിലപാടെന്ന് ഇലക്ഷൻ കമ്മിറ്റി അറിയിച്ചു. തൃശൂരിൽ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയെ വേദിയിലിരുത്തി കോൺഗ്രസ് കൗൺസിലറുടെ വിമർശനം. ക്രൈസ്തവർക്കെതിരായ ആക്രമണങ്ങളെ സംബന്ധിച്ചാണ് കോൺഗ്രസ് കൗൺസിലർ ബൈജു വർഗീസ് പരാമർശിച്ചത്. ക്രിസ്തുവിനേക്കാൾ വലിയ സഹനമാണ് ഉത്തരേന്ത്യൻ ജനങ്ങൾ അനുഭവിക്കുന്നതെന്ന് ബൈജു വർഗീസ് വേദിയിൽ പറഞ്ഞു. ഇതിന് തൊട്ടു പിന്നാലെ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയും കൈയോടെ മറുപടി നൽകി. ഉത്തരേന്ത്യയിൽ നാടകം കാട്ടിക്കൂട്ടുന്നവർ ആരൊക്കെയാണെന്ന് കോൺഗ്രസുകാരോട് ചോദിക്കുമെന്നാണ് സുരേഷ് ഗോപി പ്രതികരിച്ചത്. രാഷ്ട്രീയത്തിനു വേണ്ടിയുള്ള വക്ര പ്രവർത്തനങ്ങളാണ് ഇതെന്നും സുരേഷ് ഗോപി വിമർശിച്ചു. തൃശൂരിലെ റെസിഡൻസ് അസോസിയേഷൻ സംഘടിപ്പിച്ച ക്രിസ്മസ് ആഘോഷത്തിലായിരുന്നു വിമർശനവും മറുപടിയും. വേദിയിലുണ്ടായിരുന്ന ദേവനും സുരേഷ് ഗോപിയെ പിന്തുണച്ചു. കേരളത്തിലെ ജനങ്ങൾ ചെയ്ത പാതകം എന്ത്? കേരളത്തെ ശ്വാസം മുട്ടിക്കുന്നു. 17,000 കോടി കേന്ദ്രം വെട്ടി പ്രതിഷേധം ഘടിപ്പിച്ച് ബാലഗോപാൽ ഇതിനിടെ രംഗത്ത് വന്നിട്ടുണ്ട്. കേരളത്തിന് ലഭിക്കാനുള്ള 17,000 കോടി കേന്ദ്രം വെട്ടിക്കുറച്ചെന്ന് ചൂണ്ടിക്കാട്ടി പ്രതിഷേധം ഘടിപ്പിച്ച ധനമന്ത്രി KN ബാലഗോപാൽ ഈ വർഷം മാത്രം കേരളത്തിന് ലഭിക്കാനുള്ള 17,000 കോടി കേന്ദ്രം വെട്ടിക്കുറച്ചെന്ന് ബാലഗോപാൽ വ്യക്തമാക്കി. കേരളത്തെ മാത്രം ശ്വാസം മുട്ടിക്കുന്ന നിലപാടാണ് കേന്ദ്ര സർക്കാർ കൈക്കൊള്ളുന്നതെന്നും ധനമന്ത്രി പറഞ്ഞു. ഇങ്ങനെ ശ്വാസം മുട്ടിക്കാൻ കേരളത്തിലെ ജനങ്ങൾ ചെയ്ത പാതകം എന്തെന്നും ദില്ലിയിലെത്തി കേന്ദ്രമന്ത്രി നിർമ്മല സീതാരാമനുമായി കൂടിക്കാഴ്ച നടത്തിയതിനു ശേഷം ബാലഗോപാൽ ചോദിച്ചു. കേരളത്തിന്റെ കടമെടുപ്പ് പരിധി വെട്ടിക്കുറച്ച നടപടിയിൽ പുനഃപരിശോധന വേണമെന്ന് കേന്ദ്ര ധനമന്ത്രിയോട് ആവശ്യപ്പെട്ടതായും ബാലഗോപാൽ വ്യക്തമാക്കി. കേരളത്തിനുള്ള കേന്ദ്ര ഫണ്ടിൽ 17,000 കോടിയുടെ കുറവാണ് ഉണ്ടായിരിക്കുന്നത്. കേരളത്തിലെ സാമ്പത്തിക സ്ഥിതി അതീവ ഗുരുതരമാണെന്ന് സാമ്പത്തിക വിദഗ്ധർ ഇടയ്ക്കിടെ വിമർശിക്കുന്നു എന്നുള്ളതും കേരളം ചർച്ച ചെയ്യുന്ന സമയത്താണ് ബാലഗോപാലിന്റെ പ്രതികരണം. അതേസമയം കേരളത്തിന്റെ സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെട്ട് വരികയാണെന്നും ബാലഗോപാൽ അഭിപ്രായപ്പെട്ടു. അതേസമയം തദ്ദേശ തെരഞ്ഞെടുപ്പിലെ തിരിച്ചടിയിൽ ധനമന്ത്രി പ്രതികരിച്ചു. തെരഞ്ഞെടുപ്പ് പരാജയത്തിന് അമിത ആത്മവിശ്വാസവും കാരണമായിട്ടുണ്ടെന്നാണ് ബാലഗോപാൽ പറഞ്ഞത്.